ഹായ് വിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ചിക്കന് KFC പോലത്തെ ചിക്കന് വീട്ടിലെങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് നമുക്ക് കുറച്ച് ബോൺ ഇല്ലാത്ത കുറച്ച് ചിക്കൻ പീസ് എടുത്ത് വെക്കണം. ചിക്കൻ എടുത്ത് വെച്ചിട്ട് അതിനെ ചെറിയ പീസസ് ആക്കി വെക്കാം. അല്ലെങ്കിൽ നീളമുള്ള പീസസ് പോലെ ആക്കി എടുത്താലും മതി. പിന്നെ നമുക്ക് ആദ്യം കുറച്ച് വേണ്ടുന്നത് കുറച്ച് പാലാണ്. പാലിനകത്ത് കുറച്ച് നാരങ്ങ നീരൊഴിച്ച് അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച് നമുക്കതിനെ ഒന്ന് ബട്ടർ മിൽക്ക് ആക്കിയെടുക്കണം. ചെറുതായിട്ടൊന്ന് പിരിയുന്ന പോലെ ആക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം ഇവിടെ. എന്നിട്ട് നമുക്കത് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് നമുക്ക് പീസസ് ആക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10-15 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോഴത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പിരിഞ്ഞതുപോലെ വരുന്നുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ പീസാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൂടെ ഇടണം. കുറച്ച് കുരുമുളക് പൊടി ഇടണം. കുരുമുളക് പൊടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെറിയ പീസസ് ആക്കി വെച്ചിരിക്കുന്ന ചിക്കനെ കൂടെ അതിനകത്ത് നമുക്കിട്ട് നന്നായിട്ട് ഇളക്കി അതും കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കഴിയുന്നിട്ട് നമുക്ക് അത് ആ പാലിനകത്തുനിന്ന് ആ ബട്ടർ മിൽക്കിൽ നിന്ന് ചിക്കനെ നമുക്ക് മാറ്റിയെടുക്കാം. അത് അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തുനിന്ന് പാലിനകത്തുനിന്ന് ചിക്കനെ എല്ലാം മാറ്റിയെടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം മിൽക്കിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് മസാലയും കൂടെ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് സവാളയും വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് അരച്ച് ചേർക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മസാലപ്പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളക് പൊടി എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ ആ പീസസിനെല്ലാം ഒരു കോട്ടിങ് കിട്ടാനായിട്ട് നമുക്ക് 2 സ്പൂണ് മൈദയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പം ഈ ഒരു നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. ഫ്രിഡ്ജിനകത്ത് വെച്ചാലും കുഴപ്പമില്ല, പുറത്ത് വെച്ചിരുന്നാലും കുറച്ച് നേരം നമുക്ക് ആ മസാലയൊക്കെ നല്ലോണം പിടിക്കത്തക്കവണ്ണം ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം നമുക്ക് വേറൊരു മിക്സ് കൂടെ തയ്യാറാക്കണം. അതിനാവശ്യമായിട്ട് കുറച്ച് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം കോൺഫ്ലോർ, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. നമ്മൾ ആ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്ത് മുക്കിയിട്ടിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം അതിന് എത്ര പീസസ് ഉണ്ടോ അതിനാവശ്യമായിട്ടുള്ള മിക്സ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൗഡർ നമ്മൾ തയ്യാറാക്കണം. അപ്പം നമ്മൾ ഇത്ര പൗഡർ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പീസസും നമുക്കതിനകത്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഈ കോട്ടിങ്ങിന് കുറച്ചുകൂടെ ക്രിസ്പിനെസ് വേണമെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കോട്ട് ചെയ്തിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ മുക്കിയിട്ട് വീണ്ടും രണ്ടാമതൊന്നും കൂടെ നമുക്ക് ആ മിക്സിനകത്തിട്ട് നമുക്ക് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ലെയർ കിട്ടും. ഞാനിവിടെ ഒരു തവണ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് ആ മിക്സിനകത്തിട്ട് നമുക്ക് മൊത്തം പീസസും അങ്ങനെ മിക്സ് ചെയ്ത് പൗഡറിനകത്തിട്ട് കോട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം കുറച്ച് പീസസിനകത്ത് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം വേറൊരു രീതി നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് കോൺഫ്ലേക്സ് ഉണ്ടായിരുന്നു. അപ്പം അതിനെ നമുക്ക് പൗഡറാക്കി എടുക്കാം. ആ പൗഡറിനകത്ത് ബാക്കി പീസസ് നമുക്ക് മിക്സ് ചെയ്ത് 2 രീതിയിൽ ഉണ്ടാക്കി നോക്കാം. അപ്പം ഇതിനകത്ത് ഞാൻ പൊടികളൊന്നും ഇടുന്നില്ല. ഇതിൻ്റെ ടേസ്റ്റ് വേറേതായി പോകുമെന്ന് വെച്ച് കോൺഫ്ലേക്സിൻ്റെ ഒരു ആ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പീസസ് ഡയറക്റ്റ് കോട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം 2 രീതിയിലും നമുക്കിങ്ങനെ KFC ഈസി ആയിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പം ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ 2 മിക്സിനകത്തും കോട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ ഇവിടെ ഫ്രൈ ആവാൻ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ചൂട് എണ്ണയ്ക്കകത്തോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഫ്രൈ ചെയ്തെടുക്കുമ്പം നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടുന്നത്. ആദ്യം നമ്മൾ മൈദ മിക്സിനകത്ത് മുക്കിയതാണ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം മറ്റേതാകുമ്പോൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്താൽ അതിനകത്തുനിന്ന് പൊടികളൊക്കെ വരുമായിരിക്കും. അതുകൊണ്ട് ആദ്യം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടുന്നത്. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഫ്രൈ ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് അത്യാവശ്യം 5-6 പീസ് കഴിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വയറ് നിറയുകയും ചെയ്യും. കടയിൽ പോയി KFC കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് നമുക്കിങ്ങനെ വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ പീസസൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ
അപ്പം നമ്മുടെ KFC വീട്ടിലെ KFC ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അകത്ത് നല്ല സോഫ്റ്റാണ്, പുറത്ത് നല്ല ക്രിസ്പി ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അങ്കിത്തിനും അബിക്കുമൊക്കെ കൊടുത്തു നോക്കിയിട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത് നമ്മുടെ കോൺഫ്ലേക്സ് ഇട്ട് വറുത്തത്. ഇത് അത്യാവശ്യം ക്രിസ്പി ആയിരുന്നു, പക്ഷെ അധികം കോട്ടിങ് അങ്ങനെ നിൽക്കത്തില്ല. അത് കാരണം എണ്ണയ്ക്കകത്ത് ഇടുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞു പോകുന്നുണ്ട്. എന്നാലും നമുക്ക് ക്രിസ്പി ആയിട്ട് തന്നെയാണ് കിട്ടിയത്. അകത്ത് നല്ല സോഫ്റ്റും ആയിരുന്നു അത്. അപ്പം നമുക്ക് 2 രീതിയിൽ ഇങ്ങനെ KFC വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി നോക്കാം. കോൺഫ്ലേക്സ് ഓപ്ഷനിലാണ്, അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. സാധാരണ മൈദ കൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്കിത്തും അബിക്കും ഒക്കെ കഴിക്കാൻ കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രിസ്പി ആണെന്നൊക്കെയാണ് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അമ്മ 2 കേസ് ഉണ്ടാക്കിയെന്നു, ഒന്ന് ഫ്രൈഡ് ഒന്ന് കോൺഫ്ലേക്സ്. ഇത് നോമ്പ് അഭിജിത്ത് കഴിക്കുക ഇതല്ല അത് നല്ല ക്രിസ്പുണ്ട്, നല്ല കോട്ടട, നല്ല ടേസ്റ്റ് ഉണ്ട്.